അമ്മു എന്തോ എനിക്ക് നോൺ വെജ് കഴിക്കാൻ കൊതിയാവുന്നതാ. എന്നാ പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയാലോ? തനി നാടൻ കേരള ബീഫ് കറി. അത് പൊളിക്കും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കൂല, നീ കൂടെ എന്തായാലും ഹെൽപ്പ് ചെയ്തേക്കാമോ? അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ. നീയില്ലേ ഈ ചെറിയുള്ളി കട്ട് ചെയ്യും, ഞാൻ സവാള കട്ട് ചെയ്യും. ഓക്കെ? ചെറിയുള്ളി എങ്ങനെ കട്ട് ചെയ്യണം? കുഞ്ഞുന അരിഞ്ഞാൽ മതി. അങ്ങനെ കട്ട് ചെയ്താൽ മതി. ബീഫ് ഇടണേ, 1/2 കിലോ ബീഫ്. ചെറിയുള്ളി ഇട്ടോ, കുറച്ച് മതി. ഇത് വലിയ ഉള്ളി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മുളക് പൊടി കുറച്ച്, പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, കരിവേപ്പില, ഉപ്പ് ശകലം. കുഴച്ചെടുത്തോണ്ടി വേണം. കുഴച്ചോ, ഇറുക്കി കുഴച്ചോ. അതൊക്കെ ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ എന്ത് ചെയ്യാം? യെസ്. ഇത് ചൂടായി കുരുമുളക് പൊട്ടിക്കാം. ഓക്കെ, കുരുമുളക് ഇട്ടു. പെരിഞ്ചീരകം അതിലിട്ടു. കിണ്ടട്ടി കുറച്ച് മഞ്ഞപ്പൊടി, സോറി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി മതി. വറുത്തതെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. നേരത്തെ വെച്ച ബീഫിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മതിയേ. ഇങ്ങനെ കാണിക്കട്ടെ. ശുദ്ധമായ ഓഫർ പ്രൈസ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം. കൊഞ്ചം കടുക്, കൊഞ്ചം കടുക്. അയ്യോ പൊട്ടും. ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊന്നും അല്ല, ഇഞ്ചി വെളുത്തുള്ളി കിണ്ടി ഇരിക്കണം. നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ അടുത്ത കറിവേപ്പില ഇടണം. ഇതില് ചെറിയ ഉള്ളി കുറച്ച്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങ കൊത്ത് എന്ന് പറയും. നേരത്തെ അരച്ചു വെച്ച മസാല, മിക്സിയിൽ അരച്ചു വെച്ച മസാല ഒന്ന് കുലുക്കണം. കുലുക്കി തക്കത്തി. നല്ല കുരുമുളകിന്റെ മണം, നല്ല മണം അടിക്കുന്നു. നല്ല നീണ്ട മണം നമുക്കിതിൽ ആഡ് ചെയ്യാം. കിട്ടില്ല സാധനം കേട്ടോ. ലാസ്റ്റ് കുറച്ച് തക്കാളി, കുറച്ച് ഗരം മസാല, താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി, കരിവേപ്പില. ഓക്കെ, നല്ല മണം. ഇത് ഞാൻ വായിച്ചില്ല. അടിപൊളി കൊതിയാണ്. ദോശയും പൊറോട്ടയും, ദോശയും ബീഫും അടിപൊളിയാ. എല്ലാ ബീഫും നല്ല വെന്തിട്ടുണ്ട്. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അല്ല, ഞാനാണ് ഇതിനടുത്ത് തന്നെ കുറച്ച് ബീഫ് വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഒന്ന് പൊളി സാധനം. എൻ്റെ പൊന്നും, ഷാപ്പിലൊക്കെ നല്ല എരിവുള്ള കിട്ടുന്ന സാധനമുണ്ട്, മെയിനും അങ്ങനെ സാധനങ്ങളൊക്കെ. അതേപോലെ അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.